ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 15 നമുക്കിത് കിടക്കാം. അപ്പോൾ എല്ലാവരും ഇതുവരെ ഡേ 1 മുതൽ ഡേ 15 വരെയുള്ള ഡേ 14 വരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിത് ഡേ 15 നമുക്ക് പുതിയ ഒരു പ്രാക്ടീസ് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാജിക്കലി ഹീൽ യുവർ റിലേഷൻഷിപ്സ്. നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടായിട്ട് നിങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധത്തിലല്ല, അല്ലെങ്കിൽ സ്വരച്ചേർച്ചയിലല്ല, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങളത് ഒരു വിഷമമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ആ ബന്ധം നമുക്ക് ഹീൽ ചെയ്ത് നല്ല റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ പൊട്ടിപ്പോയ അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുള്ള സ്വരച്ചേർച്ചയില്ലാത്ത ഈ ബന്ധം നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഒരു ഗ്രഡ്ജ് അല്ലെങ്കിൽ പകയോടുകൂടി അല്ലെങ്കിൽ വിഷമത്തോടുകൂടി നമ്മളിങ്ങനെ മുന്നോട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് വല്ലാത്ത ദേഷ്യം, എന്നോട് ചെയ്ത ദ്രോഹം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ധാരാളം പേരെ നമുക്ക് അറിയാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ അവരോട് ഫോർഗീവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, അവരോട് ക്ഷമിച്ചു കൊടുത്തില്ലെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. അവരോട് നമ്മൾ ക്ഷമിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഒരു മെഴുകുതിരി ഉരുകി ഇല്ലാതെയായി പോകുന്ന പോലെ ഇഞ്ചിഞ്ചായി നമ്മൾ വേദനിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മാറാരോഗങ്ങൾ പലതും നമുക്കൊപ്പം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഭാര്യയുമായി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഭർത്താവുമായുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്സ്, അതായത് നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ള ഏതെങ്കിലും ബന്ധങ്ങളാവട്ടെ, ഇത്തരത്തിൽ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വിട്ടുകൊടുക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് ക്ഷമിക്കാൻ പറയുക. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലെന്നും അറിയാം. കാരണം നിങ്ങൾക്ക് നാളുകളായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നത് പോലും നിങ്ങൾക്ക് വല്ലാത്ത ഇറിറ്റേഷൻ, ദേഷ്യം ഒക്കെ നിങ്ങൾ ജനിപ്പിക്കുന്ന ഒന്നായിരിക്കാം ഒരുപക്ഷെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുള്ള വ്യക്തിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ, ഒരു 10 നന്മകളെങ്കിലും നിങ്ങൾ ഓർത്തെടുത്ത്, അവർ ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യരും നന്മ ഉള്ളവരാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നന്മയില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നന്മകൾ 10 എണ്ണം നമ്മൾ ഓർത്തെടുത്ത് ഒന്ന് എഴുതുക, അതിന് നന്ദി പറയുകയും ചെയ്യുക. നിങ്ങൾ അവരോട് പോയി നന്ദി പറയണമെന്നില്ല. നിങ്ങൾ ഒരു ബുക്കിൽ നിങ്ങൾ അവരുടെ 10 നന്മകളെങ്കിലും അല്ലെങ്കിൽ 5 നന്മകളെങ്കിലും ഓർത്തെടുക്കുക. കാരണം ആദ്യം അത് പ്രയാസം ഉള്ള കാര്യമായി തോന്നാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഓരോ 5 നന്മകൾ അല്ലെങ്കിൽ 10 നന്മകൾ അവരെക്കുറിച്ച് ഓർത്ത് എഴുതാൻ തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചിന്ത ഒരു എനർജിയാണ്. ഈ എനർജി അവരിലേക്ക് എത്തുകയും നാളെ നിങ്ങൾ ആ വ്യക്തിയെ നേരിൽ കാണുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ നിങ്ങളോട് സംസാരിക്കുകയും ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇഷ്ടം പോലെ ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിലേക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് പങ്കുവയ്ക്കാനുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ, ഈ പക വിദ്വേഷം കൊണ്ടു നടക്കുമ്പോൾ, വാസ്തവത്തിൽ നിങ്ങൾ ഒരു പുകയുന്ന ഒരു കനൽക്കട്ട അല്ലെങ്കിൽ ഒരു തീക്കനൽ നിങ്ങൾ മറ്റൊരാളെ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ച വേദനിപ്പിച്ച വ്യക്തിയെ എറിയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന പോലെയാണ് അവരോടുള്ള വിരോധം, വിഷമം നിങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ കൈയാണ് പൊള്ളുന്നത്, അതിനുശേഷമാണ് അവരെ കാണുമ്പോൾ എറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ വിരോധം, പക, വിദ്വേഷം, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ക്യാൻസർ അടക്കം ഒരുപാട് തരത്തിലുള്ള മാറാരോഗങ്ങൾ നിങ്ങൾക്ക് സംഭാവനയായിട്ട് കിട്ടും.
ഇന്ന് വൈദ്യശാസ്ത്ര പ്രകാരം പല രീതിയിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ പല രോഗങ്ങൾക്കും കാരണമില്ല, അല്ലെങ്കിൽ രോഗം അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷെ രോഗി അനുഭവിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളുടെ പിന്നിലുള്ള ഒരു കാരണം വർഷങ്ങളായി സൂക്ഷിക്കുന്ന പക, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഇന്ന് വിട്ടുകൊടുക്കാം. ലെറ്റ് ഗോ, വിട്ടുകൊടുക്കുക, മറക്കുക, ക്ഷമിക്കുക അവരോട്. മറക്കാൻ നമുക്ക് സാധിക്കില്ല ഒരു പക്ഷേ, കാരണം നമുക്ക് അങ്ങനെ മറക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അൽഷിമേഴ്സൊക്കെ വരേണ്ടി വരും. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും, അവരോട് പൊറുക്കാൻ സാധിക്കും. അവരെക്കുറിച്ചുള്ള ഇങ്ങനെ നന്മകൾ ഓരോ ദിവസവും എഴുതി എഴുതി മുന്നോട്ട് വരും തോറും നിങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളിലുള്ള പല രോഗാവസ്ഥകൾ നിങ്ങളെ വിട്ടുപോകുന്ന അനുഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവനാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ വിള്ളൽ വീണിട്ടുള്ള റിലേഷൻഷിപ്പിന് നമുക്ക് വിളക്ക് ചേർക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രാക്ടീസാണ് നിങ്ങൾ ആ വ്യക്തിയുള്ള നന്മകളെ ഓർത്തെടുത്ത് എഴുതുകയും ആ നന്മകൾക്കായിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയും ചെയ്യുക. ഇത് വലിയ റിസൾട്ട് നിങ്ങളിലും ആ വ്യക്തിയിലും ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡേ 15 നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ട കാര്യം ഇതാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള ബന്ധങ്ങളാവട്ടെ അവരോട് ക്ഷമിച്ചു കൊടുക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരിലുള്ള 10 നന്മകൾ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ആദ്യം ബുദ്ധിമുട്ട് തോന്നിയാൽ നിങ്ങൾ നിരന്തരം എഴുതാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതോറും അത് വളരെ എളുപ്പമുള്ളതായി തീരുകയും നിങ്ങളുള്ള ആ വിരോധം, വൈരാഗ്യം, വിദ്വേഷം പതുക്കെ പതുക്കെ അലിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് മറക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം, ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്കുകൾ ഉള്ള വ്യക്തികളാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും ഡേ 16 നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യുക. അത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യും. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ വിഷമാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിക്കെങ്കിലും അത് പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വ്യക്തിയാണെങ്കിൽ, ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.